എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് സമ്രാട്ട്. ഇനി നീ ഒന്നും പറയണ്ട. ഇതുപോലെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എന്റെ ഈ കണ്ണുകളിൽ നീ ഇപ്പൊ എന്താണ് കാണുന്നത്? നിന്റെ കണ്ണിൽ ഞാൻ എന്നെയാണ് കാണുന്നേ. പക്ഷെ ഞാൻ എന്താ കാണുന്നതെന്നറിയാവോ? എന്താ? നാശനഷ്ടം. നിന്നോട് പറഞ്ഞിട്ടൊരു പ്രയോജനമില്ല. ഓ, വീണ്ടും തുടങ്ങിയോ? ഇനിയെങ്കിലും നീയും ഞാനെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുക, അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം പ്രശ്നമായി തീരും. കല്യാണോ? ഞാൻ നിന്നെ കല്യാണം കഴിക്കാന്ന് ഞാൻ എപ്പോ പറഞ്ഞു? പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ആദ്യത്തെ ടെസ്റ്റിൽ നീ പാസ്സായിരിക്കുക. എന്നുവെച്ചാൽ നീ എന്നെ നീ എന്നല്ലേ വിളിച്ച് സംസാരിച്ചത്? സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ പ്രേമം കല്യാണം എന്നൊക്കെ പറഞ്ഞ് എന്റെ പ്രൊഫഷണൽ കരിയർ സ്പോയിൽ ചെയ്യാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ഓ, ഇവിടെ ഭയങ്കര ലവ് സ്റ്റോറി ആണല്ലോ ഓടുന്നത്. അത് മാത്രമല്ല, നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ ജീവിച്ച കാരണം ജീവിതം പോകുമെന്നൊക്കെ? അത് തന്നെയാ. പ്രേമമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവും. എന്തായാലും ഒരു ഫോട്ടോ എടുത്തു കളയാം. ലവ് ഈസ് ബ്ലൈൻഡ്. പക്ഷെ വിവാഹം നമ്മുടെ കണ്ണിലൊക്കെ തെറ്റായ ട്രീറ്റ്മെന്റ്. എന്നിട്ടും ജനങ്ങൾ കല്യാണം കഴിക്കുന്നുണ്ടല്ലോ. ഇതാണ് നിന്റെ ജീവിതത്തിൽ അവസാനത്തെ പ്രേമം. ഇനി നിങ്ങളുടെ രണ്ടുപേരുടെയും കഥ എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം. നമുക്ക് വീണ്ടും എപ്പോ മീറ്റ് ചെയ്യാം? ഓഹോ, ഞാൻ അതിന് നിന്നെ വീണ്ടും കാണാന്നുള്ള വാക്ക് തന്നിട്ടില്ലല്ലോ. ഞാൻ ഇവിടെ നിന്നെ പറഞ്ഞിരിക്കാൻ തീരുമാനിച്ചിട്ടല്ല. സമ്രാട്ടിനെ കൊല്ലുന്നത് സ്വപ്നത്തിൽ മാത്രമേ സംഭവിക്കൂ. അവനെ ആർക്കും തൊടാൻ പോലും പറ്റില്ല. അവന്റെ ചാപ്റ്റർ ഞാനിപ്പോ ക്ലോസ് ചെയ്ത് കാണിച്ചു തരാടാ. ശരിക്കും ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിൽ ഭ്രാന്ത് പിടിക്കുന്ന സ്റ്റേജിലാ. അവന്റെ കണ്ടീഷൻ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ. എന്നാലും അവനെ ഒന്ന് വിളിച്ചേക്കാം. സമ്രാട്ടിനോട് നേരിട്ടൊന്ന് സംസാരിച്ചേക്കാം. പറയ. എന്താടാ സമ്രാട്ട്, കൊടുക്കാറില്ലെന്ന് കേട്ടിട്ടുണ്ടല്ലോ. നീ എടുക്കാറേ ഉള്ളൂ. പക്ഷെ നിന്റെ സാധനം ഇപ്പൊ എന്റെ കയ്യിലാടാ. സമ്രാട്ടിന്റെ സാധനം ഒരുപാട് നേരം ഒന്നും ഒരാളുടെ കയ്യിലുണ്ടാവില്ല. അതും സമ്രാട്ടിന്റെ പെറ്റനിമലാണ്. ഇനി 24 മണിക്കൂറിനകം ആ സാധനം എന്റെ കയ്യിൽ എത്തിച്ചു തരും. ധൈര്യം ഉണ്ടെങ്കിൽ തടഞ്ഞു നിർത്താൻ നോക്കടാ. ഓക്കേ, മൂസ is waiting. Gang is coming. Musa is waiting. Welcome. Just wait. King is coming. വാടാ 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 വാടാ, നേരിട്ട് വാടാ. അവിടെ ഉണ്ടായിരുന്ന സാധനം ഇവിടെ എത്തിക്കഴിഞ്ഞു. കലക്കി മറിച്ചു. അവന്റെ പേരെന്താ പറഞ്ഞത്? റോക്കറ്റ്. റോക്കറ്റ്. ഇന്ന് മൂസ നിന്റെ പോക്കറ്റ് നിറയ്ക്കാൻ പോവാ. കൊടുത്തല്ലോ ബോസ്. ഇതും വേണോ? കൊള്ളാം, കലക്കി. എൻജോയ് മാൻ, എൻജോയ്. അടിപൊളി, കൊള്ളാം. ഇവരുടെ കയ്യിൽ ഇത്രയും കാശ് കൊടുക്കുന്നത് ശരിയാണോ ബോസ്? ഏതാണ് ശരി, ഏതാണ് തെറ്റെന്ന് പിന്നെ നീ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ എന്റെ സ്ഥാനത്ത് ഉണ്ടാകും. ഞാൻ നിന്റെ സ്ഥാനത്തായിരിക്കും നിൽക്കുന്നത്. മറ്റുള്ളവന്റെ കാല് നക്കാനല്ലാതെ നിന്നെ കൊണ്ടൊന്നും ഒന്നും പറ്റില്ലടാ. വേറെ സംസാരം മാത്രമേ ഉള്ളൂ. ബോസ്, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഒന്ന് ആലോചിച്ച് തീരുമാനിച്ചൂടെ? വന്ന കാര്യം പറ. ബോസ്, അവൻ അവന്റെ സ്വന്തം ബോസിനെ തന്നെ ചതിച്ചവനാ. പിന്നെ ഈ ബോസിനെ ചതിക്കില്ല എന്ന് ആര് കണ്ടു? ശരിയാ, കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കാം.
ബ്രോ, നിങ്ങളോ? ഒരുപാട് കാലമായിട്ട് നീ എനിക്ക് വേണ്ടി ജോലി ചെയ്തോണ്ടിരിക്കുവല്ലേ, എന്നിട്ട് ഇതുവരെ ഞാൻ നിന്നെ ഹഗ് ചെയ്തിട്ടേ ഇല്ല. വാ. ഒരു ദിവസം നീ എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ? എനിക്ക് വേണ്ടി നീ നിന്റെ ജീവൻ പോലും തരുമെന്ന്. ഇന്നാണടാ ദിവസം. സമ്രാട്ടിന്റെ കണ്ണിൽ പൊടിയിട്ട് തോൽപ്പിക്കാൻ സ്വപ്നത്തിൽ മാത്രമേ പറ്റൂ, റിയാലിറ്റിയിൽ കഴിയില്ല. സമ്രാട്ട് ഉറങ്ങുന്ന നേരത്തും ഉണർന്നിരിക്കുന്നവനാടാ. ഇതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്നറിയില്ല. ബോസ്, റോക്കറ്റിന്റെ കഥ കഴിഞ്ഞു. നീ എന്താ പറഞ്ഞത്? അതെ ബോസ്, സമ്രാട്ട് റോക്കറ്റിനെ കാച്ചിക്കളഞ്ഞു. സമ്രാട്ടാ വിളിക്കുന്നത്. പറ. ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ 24 മണിക്കൂറിൽ ആ സാധനം ഞാൻ തിരിച്ചു പിടിക്കുമെന്ന്? പറഞ്ഞാൽ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കും. സമ്രാട്ട് ഒരുതരം തീയുടെ പേരാണ്. അവനോടൊപ്പം കളിച്ചാലുണ്ടല്ലോ, കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോവും. എന്താടാ നോക്കി നിൽക്കുന്നത്? രാജിക്ക് ഫോൺ ചെയ്യ്. ശരി. ബോസ്, ആള് ഫോൺ എടുക്കുന്നില്ല. എങ്കിൽ പിന്നെ ഇപ്പൊ തന്നെ അവരുടെ വീട്ടിലേക്ക് ചെല്ല്. ശരി. ഹേ രാജാ, രാജാ എവിടെയാ? ഞാനിപ്പോ കുളിച്ചോണ്ടിരിക്കുവാ, ഞാൻ വരാം. ഒന്ന് വേഗം വാ, കഥ കഴിഞ്ഞിരിക്കുക. വരാന്ന് പറഞ്ഞില്ലേ? എന്തൊരു കഷ്ടം ഇത്. ഛേ, ഇതാരോ കടിച്ചു വെച്ചതാ. ഇത് മതി. ചീഞ്ഞിരിക്കുന്നു. ഇത് വയർലെസ് ആണല്ലോ. വയർലെസ്. അയ്യോ രാജ, ഇനി ഇയാൾ പോലീസാണോ? പോലീസ് യൂണിഫോമില് ഞങ്ങളോടൊപ്പം കൂടി ഇങ്ങനെ പറ്റിക്കേണ്ട കാര്യം എന്താ അവന്? ബോസിനോട് ഇപ്പൊ തന്നെ കാര്യം പറയാം. ബോസ്, വലിയ ചതി പറ്റി ബോസ്. എന്ത്? രാജ ഒന്നുമില്ല, അത് പുള്ളി വന്നു. ആ ശരി.